ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഈ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിക്കുന്ന തിരുവചന ഭാഗം യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 49 അധ്യായം 1 മുതൽ 3 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. ഈ വചനഭാഗങ്ങളിൽ പ്രധാനമായും 7 കാര്യങ്ങളാണ് ദൈവം നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നത്. നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും, ദൈവം എന്നാണ് എന്നെ വിളിച്ചത്, ദൈവം എന്നാണ് എനിക്ക് നാമകരണം ചെയ്തത്, ദൈവം എന്നെ എന്തിനു വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്, എന്നെ അവിടുന്ന് എങ്ങനെയാണ് താങ്ങുന്നത്, അവിടുന്ന് എന്താണ് എന്നിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന കാര്യങ്ങളാണ് ഈ 3 തിരുവചന ഭാഗങ്ങളിലൂടെ പറയുന്നത്. 7 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നാമതായി പറയുന്നത്, സമീപസ്ഥരെ, വിദൂരസ്ഥരെ, എൻ്റെ വാക്ക് കേൾക്കുവിൻ. സമീപസ്ഥരായിരിക്കുന്നവരും വിദൂരത്തിലായിരിക്കുന്ന ജനപദങ്ങളെ, നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുവിൻ. രണ്ടാമത് പറഞ്ഞത്, ഗർഭത്തിൽ വെച്ച് തന്നെ എൻ്റെ കർത്താവ് എന്നെ വിളിച്ചു. അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ കർത്താവിനെ വിളിക്കുകയാണ്. മൂന്നാമത് പറയുന്നത്, അമ്മയുടെ ഉദരത്തിൽ വെച്ച് അവിടുന്ന് എന്നെ നാമകരണം ചെയ്തു, എന്നെ അവിടുന്ന് പേര് ചൊല്ലി വിളിച്ചു. അവിടുന്ന് വീണ്ടും നമ്മുടെ അരുളി ചെയ്യുന്നത്, എൻ്റെ നാവിനെ മൂർച്ചയുള്ള വാള് പോലെയാക്കി. തുടർന്ന് പറയുകയാണ്, തൻ്റെ കൈയുടെ നിഴലിൽ അവിടുന്ന് എന്നെ മറച്ചു. വീണ്ടും പറയുക, എന്നെ അവിടുന്ന് മിനുക്കിയ അസ്ത്രം പോലെയാക്കി തൻ്റെ ആവനാഴിയിൽ ഒളിപ്പിച്ചു വെച്ചു, അല്ലെങ്കിൽ ഒളിച്ചു വെച്ചു. വീണ്ടും പറയുന്നത്, ഇസ്രായേലേ, നീ എൻ്റെ ദാസനാണ്. അവസാനമായി പറഞ്ഞ 7ാമത്തെ കാര്യമാണ്, നിന്നിലൂടെ ഞാൻ മഹത്വം പ്രാപിക്കും എന്ന് അവിടുന്ന് അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവം എന്നെ ജനിപ്പിച്ചു, എന്നെ വിളിച്ചു, എന്നെ അവിടുത്തെ ഉപകരണമാക്കി മാറ്റി. എല്ലാ ഭയത്തിൽ നിന്നും ശത്രുക്കളിൽ നിന്നും തൻ്റെ കൈയുടെ നിഴലിൽ അവിടുന്ന് എന്നെ ഒളിപ്പിച്ചു. ആവശ്യത്തിന് ഉപയോഗിക്കുവാൻ വേണ്ടി അവിടുന്ന് മിനുക്കിയ അസ്ത്രമാക്കി എന്നെ ദൈവത്തിൻ്റെ ആവനാഴിയിൽ മറച്ചു വെച്ചു. ഞാൻ ദൈവത്തിൻ്റെ ദാസനാണ്. എന്നിലൂടെ ദൈവം മഹത്വം പ്രാപിക്കേണ്ടിയിരിക്കുന്നു. സ്നേഹമുള്ളവരെ, ഈ വചനം ആഴത്തിൽ ചിന്തിച്ച് നമ്മളെ രൂപാന്തരപ്പെടുത്തുവാൻ നമുക്ക് ശ്രമിക്കാം. ത്രിയേക ദൈവം നമ്മളേവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.